പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറഞ്ഞാൽ സുന്നിക്ക് ദേഷ്യം പിടിക്കും. അള്ളാന്റെ ഏകത്വം പറഞ്ഞാൽ നമുക്ക് ദേഷ്യം പിടിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ ഖുർആനിലെ 39-ാം അധ്യായം 45-ാമത്തെ വചനത്തിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ചൂടാകുന്ന പരലോകത്തിൽ വിശ്വാസമില്ലാത്തൊരു വിഭാഗമുണ്ട്. അവർ സ്റ്റേജ് കയ്യേറും, കല്ലെറിയും, കൂക്ക് വിളിക്കും, ഓലത് ഇഷ്ടപ്പെടൂല എന്ന് അള്ളാഹ് 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. ആ സ്വഭാവം അപ്പടി സ്വീകരിച്ചവരാരാ? ഇവിടുത്തെ സമസ്തക്കാരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലേ? അമുസ്ലിങ്ങൾക്കിടയിൽ പോലും നമുക്ക് സുന്ദരമായി തൗഹീദ് പറയാം. ഇല്ലേ? ഇല്ലേ? ഓച്ചിറയിലെ ക്ഷേത്രത്തിൽ 2000 കൊല്ലം പഴക്കമുള്ള ഓച്ചിറ ക്ഷേത്രത്തിൽ കയറി ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ പോലെ സുന്ദരമായ തൗഹീദ് പറഞ്ഞിട്ട് അമുസ്ലിങ്ങൾ എന്നെ കെട്ടിപ്പിടിക്കുക ചെയ്തത് ജീവിതത്തിൽ ഞങ്ങൾ ഇങ്ങനെ കേട്ടിട്ടില്ല. നേരെ മറിച്ച് ഇന്നലെ നടക്കേണ്ട തൗഹീദി പ്രസംഗം കാന്തപുരത്തിന്റെ ടീം സർക്കാരിന്റെ അംഗീകാരത്തോടെ നിർത്തി. കഴിഞ്ഞ ഒരാഴ്ചയായി എന്റെ സ്റ്റേജ് കയ്യേറുന്നു, നമ്മുടെ പ്രവർത്തകരെ മർദ്ദിക്കുന്നു, കല്ലെറിയുന്നു, കൂക്കുപിടിക്കുന്നു. എന്തിന്? തൗഹീദ് പറയുന്നു എന്നതിന്റെ പേരിൽ. ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് വിശുദ്ധ ഖുർആനിൽ നിന്ന് ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് വായിച്ചു തരാം. നൂഹേ, നീ തൗഹീദിലേക്കുള്ള പ്രബോധനത്തിൽ നിന്ന് വിരമിക്കുന്നില്ലെങ്കിൽ നീ എറിഞ്ഞു കൊല്ലപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കും. 26-ാം അധ്യായം 116-ാമത്തെ വചനം. അവർ പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ ദുശ്ശകുനമായി കരുതുന്നു. നിങ്ങൾ ഇതിൽ നിന്ന് വിരമിക്കാത്ത പക്ഷം ഞങ്ങൾ എറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും. ഞങ്ങളിൽ നിന്ന് വേദനിപ്പിക്കുന്ന ശിക്ഷ നിങ്ങൾ സ്പർശിക്കുക തന്നെ ചെയ്യും. സൂറത്ത് യാസീൻ 18-ാമത്തെ വചനം. ശുഐബേ, നീ പറയുന്നതിൽ അധിക ഭാഗവും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ശുഐബേ. തീർച്ചയായും ഞങ്ങളിൽ ബലഹീനനായിട്ടാണ് നിന്നെ ഞങ്ങൾ കാണുന്നത്. നിന്റെ കുടുംബമില്ലായിരുന്നുവെങ്കിൽ നിന്നെ ഞങ്ങൾ എറിഞ്ഞു കൊല്ലുക തന്നെ ചെയ്യുമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നീ ഒരു പ്രതാപവാനല്ല. 11-ാം അധ്യായം 91-ാമത്തെ വചനം. ശുഐബേ, നിന്നെയും നിന്റെ കൂട്ടാളികളെയും ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ മാർഗത്തിലേക്ക് നീ തിരിച്ചു വരണം. 7-ാം അധ്യായം 88-ാമത്തെ വചനം. സഹോദരങ്ങളെ ഓർക്കണം നമ്മളിത്. തീർച്ചയായും നിങ്ങളെപ്പറ്റി അവർ അറിവ് ലഭിച്ചാൽ അവർ നിങ്ങളെ എറിഞ്ഞു കൊല്ലുകയോ അവരുടെ മതത്തിലേക്ക് മടങ്ങിപ്പോവുകയോ ചെയ്യാൻ അവർ നിങ്ങളെ നിർബന്ധിക്കുമായിരുന്നു. 18-ാം അധ്യായം 20-ാമത്തെ വചനം. അതുകൊണ്ട് ഇബ്രാഹിം, ഞാൻ നിന്നെ കല്ലെറിഞ്ഞു കൊല്ലും. കല്ലേറിലൂടെ, കൂക്കുവിളിയിലൂടെ, ബഹിഷ്കരണങ്ങളിലൂടെ, കുപ്പിച്ചിലെറിയുന്നതിലൂടെ, അതുപോലെ ബോംബിടുന്നതിലൂടെ, കൊലവിളി നടത്തുന്നതിലൂടെ പരാജയപ്പെടുന്ന ഒരു പ്രസ്ഥാനമല്ല മുജാഹിദ് പ്രസ്ഥാനം. ഇവിടെ ശിർക്കിന്റെ വിളി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. മുസ്ലിം സമുദായം എവിടെ എത്തിയിരിക്കുന്നു എന്നതിന്റെ ഒരു ചിത്രമാണ് പറയുന്നത്. തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളി അവിടുത്തെ മഹല്ലി ജമാഅത്ത് ഇറക്കിയ ഒരു നോട്ടീസാണ് എന്റെ കയ്യിൽ. അവരുടെ ലെറ്റർ ഹെഡാണ് എന്റെ കയ്യിലുള്ളത്. ഭീമാപ്പള്ളി ഇറക്കിയ ഒരു ലെറ്റർ ഹെഡ്. ഈ ലെറ്റർ ഹെഡിൽ ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്ത്, ഭീമാപ്പള്ളി തിരുവനന്തപുരം, അസ്സലാമു അലൈക്കും. ഇതിൽ പറയാൻ കേട്ടോളൂ, അസ്സലാമു അലൈക്കും. ഞെട്ടിപ്പോവും നിങ്ങൾ. ശിർക്കിലേക്ക് ക്ഷണിക്കുന്നവർ, ഇതാണല്ലോ നമ്മുടെ വിഷയം. കേട്ടോളൂ. ബഹുമാനമുള്ള ജമാഅത്ത് അംഗങ്ങളെ, ഞെട്ടിപ്പിക്കുന്ന വാർത്ത കാതുകുറിപ്പിച്ച് കേട്ടോ. ബഹുമാനമുള്ള ജമാഅത്ത് അംഗങ്ങളെ, ഈ മാസം 18 മുതൽ 27 വരെ പൂന്തുറ ശ്രീ ശാസ്ത്ര ക്ഷേത്രത്തിൽ മണ്ഡലം ചിറപ്പ് മഹോത്സവവും 19-ാം തീയതി മുതൽ 25-ാം തീയതി വരെ ചെറിയതുറ ഇടവകയിലെ ക്രിസ്തുമസ് ആഘോഷങ്ങളും നടത്തുന്നതായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ജമാഅത്തിനെ അറിയിക്കുകയും ഈ ജമാഅത്തിലെ മുഴുവൻ അംഗങ്ങളും പ്രസ്തുത പരിപാടികളിൽ സജീവമായി സഹകരിക്കുന്നതിന് അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എങ്ങനെ നിങ്ങൾ മനസ്സിലായോ? നിങ്ങൾക്ക് ഭീമാപ്പള്ളിയിലെ മഹല്ല് ജമാഅത്തിലെ ഉസ്താദിന്, പള്ളി പ്രസിഡന്റിന്, സെക്രട്ടറിക്ക് തൊട്ടടുത്ത പൂന്തുറ ശ്രീശാസ്ത്ര ക്ഷേത്രത്തിലെ മണ്ഡലം ചെറുപ്പ് മഹോത്സവത്തിലും അതുപോലെ അവിടുത്തെ ചെറിയതുറ ഇടവകയിലെ ക്രിസ്തുമസ് ആഘോഷത്തിനും ക്ഷണിച്ചുകൊണ്ട് ഭീമാപ്പള്ളിയിലേക്ക് കത്ത് കിട്ടുകയാണ്. എന്താ കത്ത് പറയുന്നത്? മുസ്ലിങ്ങളായ ഈ ഭീമാപ്പള്ളിയിലെ മഹല്ലിലെ മുഴുവൻ മുസ്ലിങ്ങളെയും ക്ഷേത്ര ഉത്സവത്തിന് നിങ്ങൾ വിട്ടുതരണം. എന്നിട്ട് ഈ പ്രോഗ്രാം വിജയിപ്പിക്കണം. ക്രിസ്തുമസിന് നിങ്ങൾ വിട്ടുതരണം. ഈ പ്രോഗ്രാം നിങ്ങൾ വിജയിപ്പിക്കണം. കത്ത് കൊടുത്തത് നമുക്ക് അത്ഭുതമില്ല. അതിന്റെ തൊട്ടടുത്ത് ഞാൻ ഖുതുബ നടത്തുന്ന സലഫി പള്ളിയുണ്ട്, അവിടെ തന്നില്ല.
കാരണം അവർക്കറിയാം ഇവരാണ് ഒറിജിനൽ മുസ്ലിങ്ങൾ, കൊടുക്കാൻ പറ്റില്ല. ഞങ്ങളോട് കൂറു പുലർത്തുന്ന, ഞങ്ങളെപ്പോലെ ഉത്സവം നടത്തുന്ന, ഞങ്ങളുടെ ഭാസ്കരൻ മുട്ടിയ അതേ ചെണ്ട പള്ളിയിൽ മുട്ടിക്കുന്ന, ഞങ്ങളുടെ ഭാസ്കരൻ കയറിയ അതേ ആന നേർച്ചയ്ക്ക് പോകുന്ന ഒരേ ഒരു സ്ഥലം, അതാണ് ഭീമാപ്പള്ളി. അതുകൊണ്ട് അവരുടെ കത്ത് കൊടുത്തതല്ല അത്ഭുതം. പിന്നീട് മഹലിൽ നിന്ന് അറിയിപ്പുണ്ടായി. എന്താണ് കേട്ടോളൂ. ആയതിനാൽ ഭീമാപ്പള്ളി ജമായത്തിലെ മുഴുവൻ അംഗങ്ങളും ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാവുന്നതാണ്. പക്ഷേ അവിടെ പോയി നിങ്ങൾ യാതൊരു നിലക്കുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ഇതിനാൽ അറിയിക്കുന്നു എന്ന്. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് എന്റെ വാപ്പ കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, യാതൊരു പ്രയോജനം ചെയ്യാൻ കഴിയാത്ത കല്ലിൻതുണ്ടത്തെ ഹൈന്ദവരോട് നമുക്ക് വിയോജിപ്പില്ല, ക്രൈസ്തവരോട് നമുക്ക് വിയോജിപ്പില്ല, സമസ്തക്കാരോട് നമുക്ക് വിയോജിപ്പില്ല, ശിർക്കിനോടാണ് നമുക്ക് വിയോജിപ്പ്. ഇബ്രാഹിം വല്ലദീന മാഹു ഇദ് ഖാലൂ ലിഖൗമിഹി ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ് കഫർനാ ബികും വബദാ ബൈനനാ വബൈനകും അൽഅദാവതു വൽബഗ്ളാഹു അബദാ ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹദാ. 60-ാം അധ്യായം 4-ാമത്തെ വചനമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാപ്പയോട് പറഞ്ഞു, ബാപ്പ നിങ്ങളുമായി കോംപ്രമൈസ് ഇല്ല, നോ കോംപ്രമൈസ്. നിങ്ങൾ ശിർക്ക് ചെയ്യുന്ന ആളാ, നിങ്ങളും ഞങ്ങളും തമ്മിൽ വിദ്വേഷത്തിലാണ്. ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹദാ, അല്ലാഹുവിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ. പ്രിയപ്പെട്ടവരെ ശിർക്കുമായി കോംപ്രമൈസ് ഇല്ല.